ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്രീം തയ്യാറാക്കിയിട്ട് മുഖം നല്ല നിറവും തിളക്കും, അതായത് നല്ലൊരു പിങ്കിഷ് ഗ്ലോ എല്ലാം ഉണ്ടാക്കിയെടുക്കൂലേ മുഖത്ത്, അതിന് സഹായിക്കുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ടാണ് കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 7 ദിവസത്തിനെല്ലാം നമുക്കിത് ഷെൽഫ് ലൈഫും അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് ഇതേപോലെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കേട്ടോ. ഈ ഒരു ബീട്രൂട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്ത് നല്ല നിറവും തിളക്കും, അതുപോലെ തന്നെ നല്ല ബ്ലഷ് ചെയ്യുന്ന രീതിക്കുള്ളൊരു കളറ് കിട്ടൂല. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ട് ഇതേപോലെ ഇങ്ങനെയുള്ള സ്ക്രാപ്പറിലൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലത്തെ സാധനം നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നാണെങ്കിൽ ചെറിയ വളരെ നൈസായിട്ടുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് അതൊന്ന് അടിച്ചെടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നീര് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്രീമിന് നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നെയാണ് നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യേണ്ടത്. വളരെ നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾക്ക് ഫേസിലും നെക്കിലും അതേപോലെ നമ്മളെ കൈ ഉണ്ടല്ലോ, കൈകളിലും നല്ലൊരു നിറം വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ബീട്രൂട്ട് എടുത്തതിന് ശേഷം, അതായത് ഒരു 7 ദിവസത്തേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ബീട്രൂട്ട് മാത്രം മതി കേട്ടോ. ഒരുപാട് ദിവസത്തേക്ക് നിങ്ങൾ ഉണ്ടാക്കി വെക്കണ്ട, അതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ സ്ക്രാപ്പ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത്ര എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ നീര് നമുക്ക് കിട്ടും. പക്ഷേ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ ഇത്ര എക്സാക്റ്റ് ആയിട്ട് നമുക്ക് നീര് കിട്ടൂല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. അലോവേര ജെല്ലിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിന് നമുക്ക് അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് അലോവേര ജെല്ലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഒരു വെള്ളം പോലെ തന്നെയാണ് ഉള്ളതെങ്കിൽ അത് കുറച്ചും കൂടിയും അലോവേര ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊരു ക്രീം ഇതായിട്ട് മാറും. പിന്നെ ഞാൻ ഒരു വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ എന്തായാലും ആഡ് ചെയ്യണം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ആൽമണ്ടിൻ്റെ ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഈ 3ൽ നിങ്ങളെ സ്കിന്നിന് സൂട്ടാകുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെന്നെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്താൽ വലിയ നമുക്ക് കുരുക്കളൊന്നും വരില്ല. ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് പെട്ടെന്ന് കുരുക്കൾ വരുമല്ലോ, അപ്പോൾ അവർക്ക് ഓയിൽ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ആൽമണ്ട് ഓയിലാണ് നല്ലത്. ഇതിപ്പം കണ്ടോ, മൊത്തത്തിൽ ഞാൻ മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു ബീട്രൂട്ട് ജ്യൂസ് ഒരു ക്രീമായിട്ട് വന്ന്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ക്രീമായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി അലോവേര ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയി കേട്ടോ. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരുടെ വീട്ടിലും ബീട്രൂട്ടും അതുപോലെ തന്നെ അലോവേരയും ഓയിലും എല്ലാം ഉണ്ടാവും. കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, എന്തെങ്കിലും ഓയിൽ ഇല്ലാണ്ട് നിൽക്കില്ല. പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു വളരെ ചെറിയ പൈസക്ക് നമുക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇതൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നമ്മൾ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് സൂക്ഷിക്കണം. അപ്പോൾ ദിവസവും തേച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതായിരിക്കും നന്നായിരിക്കുക. ഏതെങ്കിലും ഇതേപോലുള്ളൊരു കണ്ടെയ്നർ നിങ്ങളുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അതിനുശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസിലേക്ക് ഇതുപോലെ സാധാരണ നമ്മളെ ഫെയർനെസ് ക്രീമുകളുണ്ടല്ലോ, ഡോവ്, ഫെയർ ലോയിലെല്ലാം പോലത്തെ ഫെയർനെസ് ക്രീമുകൾ നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുക ആ സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് ഇതും നമ്മൾ മുഖത്തേക്ക് തേച്ച് കൊടുക്കുക. അത് എന്താ പറയുക, സ്കിന്നിലേക്ക് അങ്ങ് എബ്സോർബായി പോയിക്കോളൂ. പിന്നെ ഇതിൻ്റെ കറ ബെഡിലാവോ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. ഇതിൻ്റെ കറയൊന്നും ബെഡിലൊന്നും ആവില്ല. അത് നമ്മളെ സ്കിന്നിൽ അങ്ങ് എബ്സോർബായിട്ട് പോയിക്കോളും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇത് തേച്ച് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളഞ്ഞിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കാം. എല്ലാന്നാണെങ്കിൽ രാവിലെ വരെ ഫേസിൽ വെക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ മുഖത്തേക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.